ആസാദ് റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് 2021 പർച്ചേസ് ചെയ്യൂ, ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ. ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. കൂട്ടായി മാസ്റ്റർപടി AMLP സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ എക്സൈസ് സംഘം കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. തിരൂർ എക്സൈസ് ഇൻസ്പെക്ടർ O. സജിതയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡാണ് രഹസ്യ വിവരത്തെ തുടർന്ന് സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 70 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. തീരദേശം കേന്ദ്രീകരിച്ച് കഞ്ചാവ് ലോബികളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും വരും ദിവസങ്ങളിൽ കഞ്ചാവ് മാഫിയക്കെതിരെയുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും SI സജിത പറഞ്ഞു. ഇന്നലെ മുതൽ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി ഞങ്ങൾ തിരൂർ റേഞ്ചിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തുന്ന രഹസ്യ വിവര ശേഖരണത്തിൻ്റെ ഭാഗമായി തുടരന്വേഷണത്തിൻ്റെ ഭാഗമായും ഈ സ്കൂൾ MMLP സ്കൂളിൻ്റെ ബാക്കിലുള്ള പൊതുവഴിയിൽ നിന്നായിട്ട് ഒരു കഞ്ചാവ് ചെടി കണ്ടെത്തുകയുണ്ടായി. കഞ്ചാവ് ചെടിക്ക് ഏകദേശം 70 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. അതിൻ്റെ തുടരന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നട്ടു വളർത്തിയ വ്യക്തിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ്. ഇവരെ ഞങ്ങൾ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരെ ഈ വിവരശേഖരണത്തിനായി അയക്കുന്നുണ്ട്. മേലുദ്യോഗസ്ഥർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. പ്രിവന്റീവ് ഓഫീസർ KM ബാബുരാജ്, അജിത് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റിബീഷ്, മുഹമ്മദ് സാഹിൽ, അബിൻ, വിലാൽ എന്നിവർ സ്ക്വാഡിലുണ്ടായിരുന്നു. തീരദേശത്തെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് മാഫിയ പ്രവർത്തിക്കുന്നതായും തുടരന്വേഷണം ശക്തമാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. തീരദേശത്ത് കഞ്ചാവ് ലോബി, ഈ പ്രദേശങ്ങൾ ആശാമ്പടി കൂട്ടായി പ്രദേശങ്ങളിലൊക്കെ കഞ്ചാവ് ലോബി വലിയൊരു സംഘമായി തന്നെ ഇവിടെയുള്ള ചെറിയ പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ വലയിൽ വീശുവാൻ വേണ്ടി നടക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്കൂളിൻ്റെ പരിസരത്തു നിന്ന് ഈ കഞ്ചാവ് ചെടി ഇവിടെ കാണാൻ കഴിഞ്ഞത്. നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ കഞ്ചാവ് വിറ്റ് സാമ്പത്തികമായി പ്രയാസമുണ്ടായിരുന്ന ആളുകളൊക്കെ കഞ്ചാവ് വിറ്റ് വളർന്ന് വലിയ രീതിയിൽ വീടും മണിമാളികൾക്കാകുമ്പോൾ എന്നാൽ ചില പാവപ്പെട്ട കുട്ടികൾ ആകെ തകർന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ ഇവിടെ ഒരുപാട് കുടുംബങ്ങളിലെ കുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ട്. അതിനൊക്കെ പിന്നിൽ ഇവിടെ വലിയൊരു ലോബി ആശാൻപടിയിലും കൂട്ടായിലൊക്കെ ഉണ്ട്. അവരെയൊക്കെ മേലുദ്യോഗസ്ഥന്മാർ നിയമപരമായിട്ട് അവരെയൊക്കെ കണ്ടുപിടിച്ച് ഈ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി അവരൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരെന്നുള്ളതൊക്കെ എനിക്ക് പറയാനുള്ളത്. ഈ വിദ്യാലയം പല സമയങ്ങളിലും കഞ്ചാവ് ലോബികളുടെയും മയക്കുമരുന്ന് മാഫിയ ലോബികളുടെയും താവളമായി മാറുന്നുണ്ട്. പല സമയങ്ങളിലും നാട്ടുകാരുമായി പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് ഈ പ്രദേശത്തെ ഇവിടെയുള്ള ഇവരുടെ വിളയാട്ടം അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരെന്നുള്ളത്.